പത്തനംതിട്ട പയ്യനാമണ്ണിലെ ക്വാറി അപകടത്തിൽ ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഒഡീഷ സ്വദേശി മഹാദേവ് പ്രധാനാണ് മരിച്ചത്. ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് കൂറ്റൻ പാറ ഇടിഞ്ഞു വീണതാണ് അപകട കാരണം. കാണാതായ ബീഹാർ സ്വദേശി അജയ രാജനായി നാളെയും തെരച്ചിൽ തുടരും. തുടർച്ചയായ പാറയിടിച്ചിൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച തൊഴിൽ വകുപ്പ്. ശ്രീരാജ് ബാബു ഉണ്ട് വിവരങ്ങളുമായി. ശ്രീരാജ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെ പേടിപ്പെടുത്തുന്നതാണ്. മറ്റൊരാൾക്കായുള്ള തെരച്ചിൽ എവിടം വരെയായി? ഇയാളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. അഖിലായ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു വീണ്ടും ഈ അതേ സ്ഥലത്ത് തന്നെ പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, നാട്ടുകാരടക്കം തലനാരിഴയ്ക്കാണ് ഈ അപകടത്തിൽ നിന്നും, രണ്ടാമതുണ്ടായ പാറ പൊട്ടി വീഴുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ സമയം താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. പുലർച്ചെ 7 മണിയോടെ തന്നെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ NDRF സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കുമുള്ളത്. 30 അംഗ NDRF സംഘം ഇന്ന് സന്ധ്യയോടുകൂടി തന്നെ ഇവിടെ എത്തിയിരുന്നു. അവരെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ പാറ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീണ്ടും അവിടെ പരിശോധന അല്ലെങ്കിൽ തെരച്ചിൽ പുനരാരംഭിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും കൂടുതൽ അപകടത്തിലേക്ക് കടക്കുമെന്ന നിഗമനത്തിന്റെ പുറത്താണ് താൽക്കാലികമായി ഈ തെരച്ചിൽ അവസാനിപ്പിച്ചത്. എന്തായാലും രാവിലെ 7 മണിയോടുകൂടി തന്നെ തെരച്ചിൽ പുനരാരംഭിക്കാനാണ് നിലവിൽ തീരുമാനമുള്ളത്. 2 പേരായിരുന്നു ഇത്തരത്തിൽ പാറ മട പൊട്ടിയുണ്ടായ അപകടത്തിൽ ഈ ഹിറ്റാച്ചിക്കുള്ളിൽ അകപ്പെട്ടു പോയത്. ആദ്യഘട്ടത്തിൽ ഹിറ്റാച്ചിക്കുള്ളിലാണ് ഈ അല്ലെങ്കിൽ ഇവർ ഉള്ളത് എന്ന് കരുതിയിരുന്നെങ്കിൽ പോലും കൂടുതൽ പരിശോധനയിൽ തെരച്ചിലിൽ ഇത്തരത്തിൽ ഈ പാറ പൊട്ടി ഹിറ്റാച്ചി അപകടത്തിൽപ്പെട്ടതിന് തൊട്ടു താഴെയുള്ള സ്ഥലത്ത് നിന്നും പാറക്കടിയിൽ നിന്നാണ് ഒരാളെ കിട്ടിയത്. എന്തായാലും മറ്റുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ടും തെരച്ചിൽ നടക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ വീണ്ടും പാറ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ തെരച്ചിൽ നടത്തുന്നവർക്ക് ബീഹാർ സ്വദേശി അജയ രാജിനായി നാളെയും തെരച്ചിൽ തുടരും. ഇന്ന് തത്കാലത്തേക്ക് തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഉചിതമായ ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. അതിന്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം ഇന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത്. നാളെ പുനരാരംഭിക്കും. അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിൽ വകുപ്പ്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.